കളിസ്ഥലമുണ്ടാക്കാൻ ഒരു നാട് ഒന്നടങ്കം ഒന്നിച്ച് സ്നേഹസദ്യ ഒരുക്കി വേറിട്ട മാതൃകയായി മാറി. കണ്ണൂർ തായംപൊയിൽ ദേശവാസികളാണ് കളിസ്ഥലം നിർമ്മിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് സദ്യ ഒരുക്കിയത്. ചോറ്, രസികൻ സാമ്പാർ, അവിയൽ, കൂട്ടുകറി, പച്ചടി, നാരങ്ങക്കറി, മധുര പച്ചടി, ശർക്കര ഉപ്പേരി, രസം, മോര്, ഓലൻ, പ്രഥമൻ, പപ്പടം, പഴവിഭവങ്ങൾ 18 എണ്ണം. കല്യാണത്തിന് സദ്യ ഒരുക്കിയതല്ല, ഓണത്തിന് സദ്യ വിളമ്പിയതുമല്ല. കളിസ്ഥലമുണ്ടാക്കാൻ ഒരു നാടൊരുക്കിയ സ്നേഹസദ്യയാണ്. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ തായംപൊയിൽ ദേശവാസികളുടേതാണ് ഈ വേറിട്ട മാതൃക. ഇതെന്താണ് ഇവരുടെ പരിപാടിയെന്ന് ഇനിയും മനസ്സിലാകാത്തവർക്ക് കാര്യം ഒന്ന് ചുരുക്കി പറയാം. സഫ്ദർ ഹാഷ്മി വായനശാല തായംപൊയിലിന്റെ സ്പന്ദനം പുതുതലമുറയ്ക്ക് കളിക്കാൻ കളിസ്ഥലം വേണം. 6 മാസം മുൻപ് പ്രാഥമിക പ്രവർത്തനം തുടങ്ങി. 27 സെന്റ് സ്ഥലം പൊന്നും വിലയ്ക്ക് വാങ്ങി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. പിന്നീടുള്ള പ്രവർത്തനത്തിനുള്ള സാമ്പത്തിക സമാഹരണത്തിന് പല വഴികൾ അന്വേഷിച്ചു. പിരിവ് നടത്തിയാൽ പണി പാളും. പിരിവിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. ജനകീയമായി തന്നെ പണം കണ്ടെത്താനുള്ള മാർഗം അന്വേഷിച്ചു. അങ്ങനെയാണ് ഒരു ദിവസം കളിക്കളത്തിനായി സദ്യ ഉണ്ണാൻ നാട് ഒരുമിച്ച് തീരുമാനിച്ചത്. വടകര, തലശ്ശേരി താലൂക്കുകളിൽ പണ്ടുകാലത്ത് കുറിക്കല്യാണം എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ അവരാൽ കഴിയുന്നത് സംഭാവനയായി നൽകും. അതേ മാതൃക ഇവിടെയും സ്വീകരിച്ചു. വിളമ്പുകാരും പാചകക്കാരും എല്ലാം നാട്ടുകാർ. പാട്ടും മേളവും സിനിമയും തലേന്ന് രാത്രി മുതൽ പന്തലിൽ നാട്ടുകല്യാണത്തിന്റെ ആരവം. എല്ലാ നാടുകളും ഇത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളെല്ലാം തന്നെ പൂട്ടേണ്ടി വരും. ഹോസ്പിറ്റലുകൾ കൂട്ടിയാൽ മാത്രമേ, ഹോസ്പിറ്റൽ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടണം നല്ലതെന്ന്, ജീവിതശൈലി രോഗങ്ങളുള്ള എന്ന് പറയുന്ന വിളിപ്പേരുള്ള ചെല്ലപ്പേരുള്ള കുറച്ച് അസുഖങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ തരത്തിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വലിയ പൈസ ഉണ്ടാവും. ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മരുന്നിനുള്ള പൈസ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി, സന്തോഷത്തിന് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി, കുടുംബത്തിന്റെ ടൂറിന് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയ വലിയ ടൂർണമെന്റുകൾ വരട്ടെ, വലിയ കളിക്കാർ വരട്ടെ. അതുപോലെ തന്നെ ഈ നാടിന്റെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കളിക്കാർ 3000-ലധികം പേർ സദ്യ ഉണ്ണാനെത്തി. പരിപാടി വമ്പൻ ഹിറ്റ്. പന്തലിൽ പിന്നണി ഗായകൻ ഷൈൻ വെങ്കിടങ്ങിന്റെയും സംഘത്തിന്റെയും മധുര സംഗീതം സദ്യയുടെ രുചിയേറി. മൈതാനം മാത്രമായല്ല, നാടിന്റെ ബഹുമുഖ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇടമായാണ് രൂപകൽപ്പന. ആംഫി തിയേറ്റർ, ഓപ്പൺ ജിംനേഷ്യം, പ്രഭാത നടത്തത്തിനുള്ള ട്രാക്കുകൾ എന്നിവ കൂടി കളിക്കളത്തിന്റെ ഭാഗമാകും.